ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം ഇന്നാണ് നടക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. T20 ലോകകപ്പിലെ ഗ്രൂപ്പ് എ വിഭാഗത്തിൽ തുടർച്ചയായി 2 മത്സരങ്ങളും ജയിച്ച ശേഷമാണ് ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. നവീമയ്ക്കെതിരായ മത്സരത്തിൽ കളിച്ച 11 പേരായിരിക്കില്ല ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങുക എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. 2 മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന് അഭിഷേക് ശർമ്മ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമെന്നുള്ളതാണ്. ഇതോടെ ഓപ്പണർ റോളിൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച മലയാളി താരം സഞ്ജുവിന് ആ സ്ഥാനം നഷ്ടമാകും. 2025 നടന്ന ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ മത്സരങ്ങളിൽ ബാറ്റിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത അഭിഷേകിന് കൊളംബോയിലും അത് തുടരാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ടീം മാനേജ്മെന്റിനുള്ളത്. അതുകൊണ്ടാണ് താരത്തെ വീണ്ടും ഓപ്പണറായി തന്നെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പിൻ ബോളർമാർക്ക് അനുയോജ്യമായ പ്രേമദാസ് സ്റ്റേഡിയത്തിലെ പിച്ചിൽ ഒരു കൂട്ടം മികച്ച ബോളർമാരെ കൊണ്ടാണ് പാകിസ്ഥാനും കളിക്കാൻ ഇറങ്ങുന്നത്. ഇന്ത്യൻ ബോളിംഗ് ലൈനപ്പ് കൂടുതൽ ശക്തമാക്കാൻ മൂന്നാമതൊരു സ്പിന്നറെ കൂടി ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കുൽദീപ് യാദവിനാകും ടീമിൽ ഇടം ലഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് ബോളർ അർഷദീപ് സിംഗിനെ ഒഴിവാക്കിയാകും കുൽദീപ് യാദവിന് അവസരം നൽകുക. അല്ലെങ്കിൽ ആദ്യ 2 ഗ്രൂപ്പ് മത്സരങ്ങളിൽ തിളങ്ങാൻ കഴിയാതെ പോയ റിങ്കു സിംഗിനെ പുറത്തിരുത്തിയ ശേഷം അർഷദീപ് സിംഗിന് അവസരം നൽകിയേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കുൽദീപിന്റെ വരവ് ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തിന് ശക്തി കൂട്ടുമെന്നാണ് വിലയിരുത്തലുകൾ. ഇന്ത്യ പാക് പോരാട്ടത്തിൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പാക് ബോളർ ഉസ്മാൻ താരിഖിന്റെ പ്രകടനമാണ്. പാക് ടീമിന്റെ തുറുപ്പ് ചീട്ടാണ് ഉസ്മാൻ താരിഖ് എന്ന് പാക് ക്യാപ്റ്റൻ തന്നെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട്. പ്രത്യേക രീതിയിലുള്ള താരിഖിന്റെ ബോളിംഗ് വലിയ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങൾ താരിഖിന്റെ ബോളിംഗിന് മുന്നിൽ സമ്മർദ്ദത്തിലാകും എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത്. താരിഖിന്റെ ബോളിംഗ് തന്ത്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ ടീം പ്രത്യേക ചില തന്ത്രങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെ നടത്തിയിട്ടുമുണ്ട്. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് താരിഖിന്റെ അതേ ബോളിംഗ് ആക്ഷനിൽ നെറ്റ്സിൽ ബോൾ ചെയ്യുകയും ടീം അംഗങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരിഖിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ ബാറ്റർമാർ സന്നദ്ധരായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം മത്സരം മഴ കൊണ്ടുപോകുമോ എന്ന ആശങ്കയും ഇപ്പോൾ സജീവമാണ്. മത്സരം നടക്കുന്ന സമയത്ത് 50 മുതൽ 65% വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇടിയോടുകൂടിയ മഴയാണ് ഉണ്ടാകുക. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ശക്തമായ മഴ പെയ്യാനിടയുള്ളതിനാൽ ടോസ് വൈകാനും ഓവർ വെട്ടിക്കുറയ്ക്കാനും വരെ സാധ്യതയുണ്ട്. മത്സരത്തിന് ഇടയ്ക്ക് മഴ പെയ്യാൻ സാധ്യത ഏറെയാണെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ സ്റ്റേഡിയത്തിന്റെ ഡ്രെയിനേജ് സംവിധാനം മികച്ച നിലയിലായതിനാൽ മഴ പെയ്ത ശേഷം ഏകദേശം 20 മിനിറ്റിനുള്ളിൽ തന്നെ ഗ്രൗണ്ട് മത്സരത്തിനായി ഒരുക്കാൻ സാധിക്കും. ടോസ് നേടുന്ന ടീം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. മത്സരം നടന്നില്ലെങ്കിൽ ഇരു ടീമുകളും പോയിന്റ് പങ്കുവയ്ക്കും. മറ്റൊരു ദിവസത്തേക്ക് മത്സരം മാറ്റിവെക്കുന്ന രീതി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം കാണാൻ കായിക പ്രേമികൾ വലിയ ആവേശത്തിലാണുള്ളത്. ഒപ്പം മഴ ചതിച്ചില്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം ഇരു ടീമിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്.